അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു. വളരെ വേദനയാണ് അത് കണ്ടപ്പോൾ തോന്നിയത്. ഒരു പ്രായമായ ഒരു മനുഷ്യനെ ഒരു പറ്റം യുവാക്കൾ ചേർന്നിട്ട് വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോ ദൃശ്യം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പുറത്തേക്ക് ഇറങ്ങാൻ അങ്ങനെ കാണിച്ചു തരാം. എന്താ കരുതിയത്? അന്ന തച്ച തന്നെ എന്തിനാ തച്ചോ? ഇവിടെ കള്ളുടിച്ച കള്ളു ഇവിടെ നടക്കുന്നത് കണ്ടെന്ന് വെച്ച് 3 കല്യാണം ഇവിടെ നോക്കിയിട്ടുണ്ട്. ഇച്ച് പറഞ്ഞിട്ടില്ല വെച്ച് പറഞ്ഞ 3 ആൾക്കാരുണ്ട്. അതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. ഇടുക്ക വീഡിയോ എന്റെ താനെ ഞാൻ അടിച്ച് ഞാൻ പൊളിച്ചു. ഇച്ച് എന്താ കരുതിയത്? ഞങ്ങള് ഇച്ച് 3 കല്യാണം ഇവിടെ മുടക്കിയിട്ടുണ്ട്. എന്റെ കുട്ടിയല്ലേ ഇച്ച് ഭർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒന്നര എന്റെ അടുത്തോടെ വന്ന് ഇന്റെ ആളാ എന്നെ എൻക്വയറി നടത്തി പറഞ്ഞിട്ടില്ല. ഇവിടെ 4 ആൽമല ഇപ്പം ബെരമ്പന്റെ ഭാഗം 4 ആൽമല ഇഞ്ഞിന്റെ അടുത്ത് കിട്ടും. ഞാൻ പറഞ്ഞതാ കാണുമ്പോ തന്നെ വല്ലാത്തൊരു വേദനയാണ് തോന്നുന്നത്. ഇതേ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് വാട്സപ്പിലൂടെ ഒക്കെ ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാളുടെ കല്യാണം മുടക്കി എന്നതിൻ്റെ പേരിലാണ് ഈ മനുഷ്യനെ ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. പൊതുവെ നമ്മുടെ ഒക്കെ നാടുകളിൽ കല്യാണം മുടക്കിയ ഒരു വ്യക്തിയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താണോ ആ നാട്ടിലെ യുവാക്കൾ ചെയ്യുക, ആ രൂപമാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇവിടെ വളരെ വേദനയോടെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ആ മനുഷ്യൻ ആ തെറ്റ് ചെയ്തിക്കണമെങ്കിൽ അയാൾ കുറ്റക്കാരൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ആ മനുഷ്യനല്ല അത് ചെയ്തിട്ടുള്ളതെങ്കിൽ അയാൾ നിരപരാധിയുമാണ്. ഞാൻ അയാളെ വെള്ള പൂശാനല്ല നോക്കുന്നത്, മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ. ആ മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും ഇനി എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വാട്സപ്പിൽ, സോഷ്യൽ മീഡിയയിൽ, മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് ഇങ്ങനെ ലക്ഷക്കണക്കിന് ഷെയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ലക്ഷോപലക്ഷം ആളുകൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കല്യാണം മുടക്കിയ ഒരാളെ ഒക്കെ നേരിൽ കിട്ടുക എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമാണിത്. ആ മനുഷ്യൻ്റെ ആ മുഖം എത്ര ആളുകളാണ് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ മനുഷ്യൻ നാണം കെട്ടിയില്ലേ? ആ മനുഷ്യൻ്റെ ഫേസ് കാണിക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഫേസ് മറച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമായിരുന്നു. ഇത് പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നരുത്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഈ മനുഷ്യനോട് ചെയ്തത് ഒരു തെറ്റാണ്. കാരണം ആ മനുഷ്യൻ്റെ ഒരു ന്യൂനതയാകാം ചിലപ്പോൾ ആ മനുഷ്യനെ ഈ ചെയ്ത തെറ്റ്. ആ തെറ്റ് നമ്മൾ ആ മനുഷ്യനെ മാനിച്ചുകൊണ്ട് നമ്മൾ മറച്ചു വെച്ചിരുന്നെങ്കിൽ അള്ളാഹു നമ്മളെ തെറ്റുകൾ മറച്ചു വെക്കും. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ, മൻ സതറ ഔറത അഖീഹിൽ മുസ്ലിം സതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. നിന്റെ സഹോദരൻ്റെ ഔറത്ത്, ന്യൂനത, അവൻ്റെ തെറ്റുകളൊക്കെ നീ മറച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹു നിന്റെ തെറ്റ് മറച്ചു വെക്കും ഖിയാമത്ത് നാളിൽ. വമൻ കശഫ ഔറത അഖീഹിൽ മുസ്ലിം സതറല്ലാഹു ഔറതഹു. നീ നിന്റെ സഹോദരൻ്റെ ഔറത്ത്, അവൻ്റെ ന്യൂനതകൾ വെളിവാക്കിയാൽ അള്ളാഹു നിന്റെ ന്യൂനതകളും വെളിവാക്കും. അതുകൊണ്ട് ഈ വീഡിയോ ഇനി ആരും തന്നെ, എന്നെ കേൾക്കുന്ന ഒരാളും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യരുത്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുടുംബത്തിനെ, പ്രത്യേകിച്ച് ആ മനുഷ്യൻ്റെ അഹ്ലുകാർ, അവരുടെ പിൻഗാമികൾ, അയാൾ ചിലപ്പോൾ മരിച്ചു പോയാൽ തന്നെ എത്രയോ കാലങ്ങളോളം ഈ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളെയും ആ കല്യാണം മുടക്കിയുടെ മകനാണ് അല്ലെങ്കിൽ പേരക്കുട്ടിയാണെന്ന് പറയും. ചിലപ്പോൾ ആ മനുഷ്യനെ കാണാത്തവർ വരെ ഇതിൻ്റെ പേരിൽ പൈ കേൾക്കേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വേദന അവരുടെ ഉള്ളിലുണ്ടാകും. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ ആ വീഡിയോ എടുത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യനെ മർദ്ദിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്നോട് വെറുപ്പുണ്ടാകും. ഞാൻ 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, ഒരു മനുഷ്യൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്, ആ വ്യക്തി
വിദേശത്തേറ്റാണെന്ന് തോന്നുന്നു. അയാൾ 2-3 തവണ ഇവിടെ വന്ന് കല്യാണം ശരിയാവാതെ നിൽക്കുന്നതിൻ്റെ ഒക്കെ വിഷമമാണ് അയാൾ അവിടെ ആ ഒരു വീഡിയോയിൽ തീർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു മനുഷ്യന് ഒരു പെൺകുട്ടിയെ ചെന്ന് കാണുന്നു അവൻ്റെ ഇണയാക്കാൻ വേണ്ടിയിട്ട്. ആ പെൺകുട്ടിക്കും അവനെ ഇഷ്ടമായി. അവർ തമ്മിൽ പിന്നെ ഒരു ലോകം അവിടെ ക്രിയേറ്റ് ചെയ്യാണ് അവരുടെ ജീവിതത്തിൻ്റെ. വല്ലാതെ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് എല്ലാ വിഷയങ്ങളും കഴിഞ്ഞ് ബന്ധുക്കളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോൾ ഇതുപോലെയുള്ള ചില ആളുകൾ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ന്യൂനത എടുത്തിടുമ്പോഴാണ് അത്രയും നല്ല ഒരു ബന്ധം അവിടെ തകർന്നടിയുന്നത്. ആ 2 വ്യക്തികൾ അവർ നെയ്ത് കൂട്ടിയ അവരുടെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളൊക്കെ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാണ്. ഈ മനുഷ്യൻ്റെ ഈ ചെറുപ്പക്കാരൻ്റെ പക്ഷത്ത് ഒരു തെറ്റ് പോലും ഉണ്ടാവില്ല. പക്ഷേ ഇതുപോലെ കല്യാണം മുടക്കുന്ന വ്യക്തികളുടെ അവരുടെ ആ ഒരു ന്യൂനത ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു നല്ല ഒരു ബന്ധം അവിടെ ഇല്ലാതായി പോവുകയാണ്. എത്ര വേദന അവരെ കൽബിലുണ്ടാവും എന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ തന്നെയാണ് അവർ പെരുമാറുക. പക്ഷേ ഈ രൂപം ഉണ്ടല്ലോ അത് വേണ്ട എന്നേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നിയമപരമായിട്ട് നിങ്ങൾക്ക് അവരെ നേരിടാൻ കഴിയും. ഇതുപോലെ ആ മനുഷ്യനെ നാണം കെടുത്തണ്ട എന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഇതുപോലെ കല്യാണം മുടക്കുന്ന ആളുകളെ ഒരിക്കലും നിങ്ങൾ വെറുതെ വിടണമെന്ന് നമ്മൾ പറയുന്നില്ല. മറിച്ച് ഇതിൻ്റെ വേറൊരു വശമുണ്ട്. ഒരു പിതാവ് തൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ പ്രായമാകുമ്പോൾ ആ മനുഷ്യനൊരു വരനെ തേടുകയാണ്. ഒരു ചെക്കൻ്റെ ആലോചന വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആ നാട്ടിൽ ചെന്നിട്ട് അന്വേഷിക്കും. അവന് തെമ്മാടിയാണെങ്കിൽ കള്ളും കഞ്ചാവും ബ്രൗൺ ഷുഗറും അടക്കമുള്ള സകല തെമ്മാടിത്തരവും കയ്യിലുണ്ടെങ്കിൽ കല്യാണ ആലോചനയുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആളോട് നമ്മൾ സത്യം പറയണം. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അവിടെ. ഈ കല്യാണത്തിൻ്റെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ ഇതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം എന്താണ്, യുവാക്കളെ കല്യാണം ഇങ്ങനെ മുടങ്ങിയല്ലേ എന്നുള്ള വിഷയത്തിൽ. പക്ഷേ തെമ്മാടികളായിട്ടുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ ആ കല്യാണം മുടക്കുക തന്നെ വേണം. കാരണം അവൻ ആഗ്രഹിക്കുന്നത് ആ കുട്ടിയുടെ ശരീരവുമായിട്ടുള്ള ആ ഒരു ശാരീരിക വീഴ്ചയാണ്. അത് കഴിഞ്ഞാൽ അവൻ്റെ തനി സ്വരൂപം അവിടെ പുറത്തു വരും. അതോടുകൂടി ഒരു പെൺകുട്ടിയുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ വലിയ ഒരു പ്രയത്നമാണ് ആ കുട്ടിയെ കെട്ടിച്ചിടുക എന്നുള്ളത്. ആ മനുഷ്യൻ ചിലപ്പോൾ വലിയ കടം മേടിച്ചിട്ടാകും ആ മനുഷ്യൻ കടക്കെണിയിൽ കുടുങ്ങുകയും ചെയ്യും. തൻ്റെ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെടില്ല. ഈ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതുപോലെയുള്ള ആളുകളുടെ ആലോചനയാണ് വരുന്നതെങ്കിൽ സത്യം പോലെ പറയണം. ഒരാളെയും നിങ്ങൾ പേടിക്കണ്ട. ഈ നേരെ മറിച്ച് ഈ രൂപത്തിൽ ആളുകളെ വെളിവാക്കരുത്. കാരണം അള്ളാഹു നമ്മളെ തെറ്റുകൾ മറച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവൻ്റെ അടിമകൾ, നമ്മുടെ ഇടയിലുള്ള ആളുകളുടെ തെറ്റുകൾ നമ്മളും മറച്ചു വെക്കണം. ആ മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യാതെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നാണം കെടുത്താത്ത രൂപത്തിൽ നിങ്ങൾ അയാളെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് നമുക്കൊക്കെ അള്ളാഹു നല്ല ബോധം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല ബന്ധങ്ങളും നല്ല സ്വാലിഹീങ്ങളും സ്വാലിഹത്തുമായ ഇണകൾ അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.